കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളുടെ വലകൾ നശിക്കുന്നത് പതിവാകുന്നു. നീണ്ടകരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിന്റെ വല നശിച്ചു. 18 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഞങ്ങളുടെ കുടുംബമെല്ലാം തെണ്ടി. ബാങ്ക് ലോൺ ശരിക്കുണ്ട്. ഞങ്ങളുടെ 40-45-50 ആളിൻ്റെ ജീവിതം എല്ലാം കൂടെ 10 ദിവസത്തെ ഞങ്ങൾ വെള്ളത്തിൽ കിടക്കുക. നീണ്ടകര പുത്തൻതുറ രാജസിംഹിന്റെ ഉടമസ്ഥതയിലുള്ള മുണ്ടകത്തിൽ എന്ന ഇൻലാൻഡ് വള്ളത്തിലെ വലയാണ് നശിച്ചത്. മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നും കടലിൽ വീണ കണ്ടെയ്നറുകളുടെ അവശിഷ്ടങ്ങളിൽ ഉടക്കിയാണ് വലകൾ നഷ്ടമാകുന്നത്. തങ്കശ്ശേരിയിൽ നിന്നും മീൻ പിടിക്കാൻ പോയ വള്ളത്തിൽ 40 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. നീണ്ടകര ഹാർബറിന് പടിഞ്ഞാറ് വെച്ച് വല മത്സ്യവുമായി കോരുന്നതിനിടെ ഒഴുകി നടന്ന കണ്ടെയ്നറിന്റെ അവശിഷ്ടം വലയിൽപ്പെട്ട് കീറുകയായിരുന്നു. വലയും ലെഡ് വെയ്റ്റും റോപ്പും നഷ്ടപ്പെട്ടു. ഞാൻ മുണ്ടകത്ത് വള്ളത്തിലെ ഒരു ജീവനക്കാരനാണ്. ഞങ്ങൾ 46 ആളാണ് ഈ വള്ളത്തെ ജോലിക്ക് പോകുന്നത്. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അമിതമായിട്ട് മീൻ കിട്ടി. ഞങ്ങൾക്ക് എല്ലാവരെയും കൈ നിറച്ച് കാശ് കിട്ടേണ്ട ദിവസമായിരുന്നു. മീനുണ്ടായിരുന്നു വലയ്ക്കകത്ത്. അങ്ങനെ റോപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഈ ഉടക്ക് പിടിച്ച് ഈ വലയെല്ലാം പറഞ്ഞു പോയേക്കുന്നത്. കുറഞ്ഞൊരു 10 ദിവസമെങ്കിലും ഞങ്ങൾ ഇനി ഈ വലപ്പുറത്തിരുന്നാലേ ഈ വല പണിഞ്ഞു മാറ്റാനൊക്കത്തുള്ളൂ. അതേ കണക്കാൻ ഒരുപാട് വല പോയിട്ടുണ്ട്. കുറഞ്ഞ ഒരു 8 ലക്ഷം രൂപയുടെ വലയെങ്കിലും നഷ്ടം വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് അധികാരിയുടെ ഭാഗത്ത് നിന്ന് എന്താ വേണമെന്ന് വെച്ചാൽ ഉള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു തന്നെ ഞങ്ങളെ കരകയറ്റിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീരദേശ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നീണ്ടകര പുത്തൻതുറ പനമൂട്ടിൽ ഓമനക്കുട്ടന്റെ ഉടമസ്ഥതയിലുള്ള മഹാലക്ഷ്മി എന്ന ഇൻബോർഡ് വള്ളത്തിലെ വല കണ്ടെയ്നറിന്റെ അവശിഷ്ടം കുടുങ്ങി നശിച്ചിരുന്നു. 15 ലക്ഷം രൂപയുടെ നഷ്ടമായിരുന്നു അന്ന് സംഭവിച്ചത്. നിരന്തരം ഇത്തരത്തിൽ വല കുടുങ്ങി നഷ്ടപ്പെടുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് വൻ നഷ്ടമാണ് ഉണ്ടാകുന്നത്. 12 വെള്ളം അവിടെ ഞങ്ങൾക്ക് നിലവിൽ അവിടെ വേറെ ഉടക്കോ കാര്യങ്ങളോ ഒന്നുമുള്ള കടലല്ല. അവിടെ വിശാലമായിട്ട് നമുക്ക് കോരാവുന്ന കടലാണ്. നമ്മൾ എപ്പോഴും കോരുന്ന കടലാണ്. അവിടെയാണ് ഇന്ന് ഈ വല ഇപ്പോൾ ഞങ്ങൾ കോരി ഞങ്ങളെ ഈ റോപ്പ് കീഴ്മേലാകുന്നതിന് മുമ്പായിട്ട് തന്നെ കയറി വല ടൈറ്റാകുക ചെയ്ത്. ടൈറ്റായിട്ട് നിന്ന് കുറേ നേരം മേളോട്ട് കീഴോട്ടും പിടിച്ച് ഇങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് വിട്ട് പറഞ്ഞു വരുന്ന പോലെ വല പറഞ്ഞു വരിക ചെയ്തത്. അപ്പോൾ മടവാക്ക് ഇപ്പുറത്ത് ഈ കണ്ടെയ്നർ എന്നാണ് ഞങ്ങൾക്ക് ബലമായ സംശയം. കണ്ടെയ്നറിൻ്റെ ഇപ്പുറത്ത് വരികയും ചെയ്തു. വല വന്നിട്ട് ഈ മടയിൽ ഉടക്കാതെ വലയിൽ സെറ്റോടുകൂടി ഉടക്കി നിന്നിട്ടാണ് അത് പിഞ്ച് താഴോട്ടങ്ങ് പോയി. അങ്ങനെ ഈ വല മൊത്തം ഒരുപാട് വലയും വള്ളക്കൈ വാക്കിനുമുള്ള വല മൊത്തം വിട്ട് വല അങ്ങ് പോയത്. ന്യൂസ് ബ്യൂറോ, ചവറ.